ഹലോ ഗേസ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ പുരയിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ആ ഫംഗ്ഷൻ്റെ വീഡിയോ ഇതെൻ്റെ ആങ്ങളുടെ മോനാണ് ഗേസ്. ഫംഗ്ഷൻ എന്ന് വെച്ചെങ്കിൽ എൻ്റെ ഫാമിലിയിൽ മാരേജ് കഴിഞ്ഞിന്. അപ്പോൾ ആ മാരേജ് കഴിഞ്ഞ പുതുനാട്ടിമാർക്ക് എൻ്റെ പുരയിൽ വിരുന്ന്. അങ്ങനെ ധാന്യത്തി എല്ലാം ഒത്രയിക്കൊണ്ടെല്ലാം ഉണ്ട്. അപ്പോൾ കന്നെ എൻ്റെ മോളിതാ കാറിൻ്റെ മീത്ത കാലിന് വെച്ചിട്ട് ഇതാ ഫോൺ നോക്കിക്കൊണ്ട്, ഫോൺ കിട്ടിയെങ്കിൽ ഫോണിൽ തന്നെപ്പാ നോക്കിക്കൊണ്ടുണ്ടായി. പിന്നെ ഇതാ എൻ്റെ പോരൻ്റെ മുറ്റത്തെ പേർലക്കായിൻ്റെ തൈ നല്ല മധുരമുണ്ട്. ഈ പേർലക്കായ് ഇത് ചെറുതല്ല, കുറച്ച് വലുതാണ്. നല്ല വലുതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ കുറേ എല്ലാം വാതിന് തിന്നിട്ട് പോകുന്നു ഗേസ്. അതാ സിസ്റ്റർ മുട്ട അടിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ ഇതാ എൻ്റെ ഭാബി മുറ്റെല്ലാം അടിച്ചുകൊണ്ടുണ്ട്. മുറ്റത്ത് എത്ര കാട്ടോ പുള്ളുണ്ടെങ്കിൽ ബിയ്യം കാട്ടാന്നത് ഒരു മുട്ടയെല്ലാം തിന്നിട്ട് മുറ്റത്ത് തന്നെ ഇട്ടിരുന്നു. അങ്ങനത്തെ പുള്ളു ഞങ്ങളത്. അതാ എൻ്റെ ആങ്ങളുടെ ഓള് തോർത്തിക്കൊണ്ടുണ്ട് ഉള്ളെല്ലാം. ഞങ്ങൾക്ക് ക്യാമറ പിടിക്കുന്ന പണിയോ. അങ്ങനെ ഇതാ ദോശ നാഷ്ട്, ഞങ്ങൾക്ക് ദോശവും ഇറച്ചിക്കറി ഉണ്ടായി. അങ്ങനെ രാവിലത്തെ നാഷ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചപ്പാത്തി ആക്കുന്നവർക്ക് അങ്ങനെ ചപ്പാത്തിൻ്റെ വീഡിയോ എടുത്ത് ജസ്റ്റ് അത് അപ്പം കണ്ണൻ്റെ ഏട്ടത്തി വന്ന് ആലിക്കാടിയിൽ നിന്ന്. അങ്ങനെ ഇതാ ഓളോ കൽത്തപ്പവും ഫുഡിങ്ങും എല്ലാം ആക്കിയിട്ട് കൊണ്ടുവന്നിന്. പൊണ്ടത്തിൻ്റെ ഫുഡിങ്ങും പിന്നെ ഇത് മാംഗോ ഫുഡിങ് ആക്കിയിട്ട് കൊണ്ടുവന്നിന്. അപ്പോൾ ഓൾ നല്ല കൽത്തപ്പ ആക്കുന്നത് എന്തോ ഒരു പാങ്ങോളെ കൽത്തപ്പ. അപ്പോൾ ഓൾ ശരി ഞാൻ വരുമ്പോൾ കൽത്തപ്പം ചുട്ടിട്ടെല്ലാം കൊണ്ടുവരാമെന്ന്. അങ്ങനെ ഇതാ ഓളെ മോനത്, ഓൾക്ക് രണ്ടാണും ഒരു പെണ്ണും. അതാ മോൻ്റെ കൈ പൊളിഞ്ഞത്, ഫുട്ബോൾ കളിച്ചിട്ട് കൈ വീണിട്ട് പൊളിഞ്ഞത്. അങ്ങനെതാ അവളെല്ലാം കൊണ്ടുവെക്കുന്നുണ്ട്. അവൾ നല്ല കൽത്തപ്പം തിന്നോളെ. കൽത്തപ്പം എന്തോ ഒരു ടേസ്റ്റ്. ഇതായി ചട്ടിയിലുള്ളത് കൽത്തപ്പാവോ. അങ്ങനെല്ലാം കൊണ്ടുവന്നിട്ട് അവൾ റെഡിയാക്കിയിട്ട് ടേബിളിൽ വെക്കും. ഇതോളെ കൽത്തപ്പം ഗൈസ്. അങ്ങനെയുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഹോട്ടലിൽ നിന്നല്ല ഫുഡ് പോരെല്ലാം ഉണ്ടാക്കിയിട്ട് പോരെല്ലാം ജസ്റ്റ് കുറച്ച് സാധാ ഐറ്റംസ് തന്നെ പോരെല്ലാക്കിന്, ബാക്കിയെല്ലാം ഹോട്ടലിൽ നിന്ന് ഓർഡർ ആക്കിന്. അങ്ങനെ ഇതാ ഹോട്ടലത്തെ ഫുഡെല്ലാം വന്ന് അങ്ങനെ ഉപ്പാൻ്റെ ഒരു ഹോട്ടലത്തെ ഫുഡെല്ലാം സെറ്റാക്കിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ ഭാബി ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് മുറിച്ചിട്ട് വെക്കുന്നുണ്ട്. ബത്തക്ക, മാംഗോ, ചിക്കു അങ്ങനെയെല്ലാം. കുറേ വീഡിയോ എന്താ എടുക്കാൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പെട്ടെന്നായി. അങ്ങനെ ആൾക്കാർ വന്നിട്ട് അമ്പക്കെല്ലാം സ്റ്റോപ്പാക്കാണ്ട് വന്നിന്. അങ്ങനെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇടയിലെടുത്ത വീഡിയോ ആണിത്. ഇതാ അങ്ങനെ ഓരെല്ലാം വന്ന് പൊന്നാട്ടിമാരെല്ലാം വന്ന് അങ്ങനെ ഓറെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഫറോത്തെല്ലാം റെഡിയാക്കിയിട്ട് വെച്ച്. ഇതാണ് ഫറോത്ത് ഞങ്ങാക്കിയത്, നല്ല മാംഗോ പൾപ്പിൻ്റെ ഫറോത്ത്. അങ്ങനെ ദാളിയാൻ എല്ലാവരും സൽക്കരിച്ചുകൊണ്ടുണ്ട് വരുന്നോരെല്ലാം. അങ്ങനെ ഇതെൻ്റെ ആങ്ങളുടെ അനിയത്തി, ഓൾക്കറിയാതെ വീഡിയോ എടുത്തിരുന്നത് കിട്ടിയെന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെയാലിപ്പോൾ. അങ്ങനെ ഓളെന്നോട് കേൾക്കുന്നത് നിങ്ങൾക്ക് വേണോ പേർലക്കായി നിന്നിട്ട്. അങ്ങനത്തെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന പൊറാട്ട എല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ മോള് തുടങ്ങി. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഷോൾ വെച്ച് താത്തപ്പിടും. അതിപ്പോൾ എന്തിനോ കരുതുന്നത് എന്തെന്നൊന്നും അറിയാല ഒരാൾക്കൊന്ന് എടുക്കുന്നവർ. അപ്പം എൻ്റെ ഏട്ടത്തിൻ്റെ ഒരു പട്ടി ഷോ അതിൻ്റെ ഇടയിൽ. അതായത് എൻ്റെ അങ്ങനെ ബിരിയാണി എല്ലാം സെറ്റാക്കുന്നുണ്ട്. അളിയൻ എല്ലാം അടിമേലാക്കിയിട്ട് എല്ലാം സെറ്റാക്കിക്കൊണ്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ രണ്ടാങ്ങളമാർ എൻ്റെ ഭർത്താവിനെല്ലാം ഭയങ്കര മിസ്സാണ്. ഇപ്പോൾ അങ്ങനെ ഫംഗ്ഷനൊന്നും ഉണ്ടാവലില്ല. എല്ലാ ഫംഗ്ഷനും ഒരു കുറവുണ്ടാവലും. അങ്ങനെ ഫുഡ് നൂഡിൽസും പിന്നെ സാമ്പാറും അങ്ങനെ എല്ലാ ഐറ്റംസും വെച്ചുകൊണ്ടുണ്ട്. ഉപ്പെല്ലാം ടേബിളിൽ വെക്കാൻ ഇങ്ങനെ ബൾബിക്കൊണ്ടുണ്ട്. എൻ്റെ വെളിയിച്ച നല്ല ഫുഡാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വെളിച്ചില്ല. അപ്പോൾ വെളിച്ചുണ്ടെങ്കിൽ വെളിച്ചന്നെ ഇപ്പോൾ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഫുഡാക്കൽ. അങ്ങനെ ദാളിയനിതാ ചില്ലി ചിക്കൻ പ്ലേറ്റിൽ ബൾബിക്കൊണ്ടുണ്ട്. വെളിച്ചൊക്കെ നല്ല പാങ്ങലറിയും നല്ല ഫുഡാക്കാൻ. അപ്പോൾ എൻ്റെ രണ്ടാങ്ങളമാർക്കും കുറേ ഫംഗ്ഷന് മിസ്സായിന്. അങ്ങനെ ഓറുണ്ടെങ്കിൽ ദൂരെ വിളിച്ചുപ്പാ. എൻ്റെ ഭർത്താവിനൊക്കെ കുറേ ഫംഗ്ഷൻ മിസ്സായിന്. ഞാനോറ് വീഡിയോ കോളാക്കിയിട്ട് എല്ലാം നോക്കിക്കൊണ്ടുണ്ട് പോലത്തെ ഫംഗ്ഷനെല്ലാം. അതാ കച്ചമ്പർ അങ്ങനെ റെഡി ആയിക്കൊണ്ടുണ്ട് വെക്കാൻ. അതിൻ്റെ അടുക്കുന്ന് എല്ലാവരും ഓരോരോ പണീൻ്റെ തിരക്കിലുണ്ട്. എല്ലാം സെറ്റാക്കുന്നതും ടേബിളിൽ വെക്കുന്നതും എല്ലാം. അപ്പം എൻ്റെ മോൾ അതിൽ തുടങ്ങി. അവള് ബാഗ് ഇട്ട് തുണിപ്പായത്തിനെല്ലാം മാറ്റിയിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിന്. എനിക്ക് ബാഗ് ഇട്ടിട്ട് നടക്കുന്നുണ്ട്.
ദാൻ്റെ മോളെ പണി നോക്കണം കുപ്പായത്തിലെടോ ചാടിയിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്കറിയില്ല ഇനി ഇത് കുപ്പായെല്ലാം മാറ്റിയിട്ട് ഉണ്ടെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണുന്നു പെണ്ണ് ബാഗ് ഇട്ടിട്ട് കുപ്പായം മാറ്റിയിട്ടുള്ളത് അത് കുപ്പായം എടുത്ത് നോക്കുമ്പോൾ കാണിക്കുന്നത് അവിടെ ചാടിയില്ലേലിട്ട് ഓൾക്ക് ഈ കുപ്പായം ബിയ്യ മാറ്റാൻ കഴിയുന്നു അങ്ങനെ ഇപ്പോൾ ദാൻ്റെ ആങ്ങളുടെ ഓളനിയെത്തി ഓനിക്ക് ചോറ് വായിക്കിടുന്നുണ്ട് ഓൻ ചോറ് വയ്ക്കാൻ ഭയങ്കര മടി അങ്ങനെ പുറത്തെല്ലാം കാണിച്ചിട്ട് കൊടുത്തോണ്ടുള്ളോള് അങ്ങനെ എല്ലാവരും മുണ്ടിക്കോണ്ടുണ്ട് എല്ലാം സെറ്റാക്കിയിട്ട് ഓരോട്ട് ഇരിക്കാൻ ചെല്ലിക്കോണ്ടുണ്ട് ഞങ്ങൾ ഇതെൻ്റെ ഇച്ചാൻ്റെ മോള് വലിച്ചാൻ്റെ മോള് അവളുടെ പേര് ആമി അങ്ങനെ ബാബി അവൾക്ക് ഫുഡ് വായിക്ക് കൊടുത്തോണ്ടുണ്ട് ഇടയ്ക്ക് നല്ല ടേബിളിൽ വെച്ചിട്ട് സെറ്റാക്കി എൻ്റെ മോളെ പണിയൊക്കെ എൻ്റെ മോൾക്ക് ചോറ് കൊടുത്തിന് ചോറ് വെച്ചിട്ട് കോയാച്ചാൻ്റെ കയ്യിലെടുത്തിട്ട് വെച്ചിരുന്നതിനേതാ അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡാക്കാൻ അങ്ങനെ എല്ലാവരും വെച്ചോണ്ടുണ്ട് അപ്പോൾ അതിങ്ങനെ നിൽക്കുന്നതോ ഞങ്ങൾക്ക് എന്ത് പണി ഞങ്ങൾക്ക് ഇതെന്നെ പണി ഞാനിവിടെ ക്യാമറ പിടിച്ച് നിന്നിന് എല്ലാവരും വീഡിയോസും ഇതെടുത്തോണ്ടുണ്ട് ഓറ് തിന്നുന്നതും ഓർ ഇതാക്കുന്നതെല്ലാം അങ്ങനെ എല്ലാവരും വെച്ചിട്ട് പോവാനിക്കീനോടുണ്ട് അങ്ങനെ ഓർ പോയി അതിൻ്റെ ഇടയിൽ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാണ്ടായി ഞങ്ങൾക്ക് എൻ്റെ ആങ്ങളുടെ ഓളെ ബേർഡേ അപ്പോൾ അതിനുള്ള സർപ്രൈസ് കൊടുക്കാൻ അനിയത്തി കേക്കിന് പോകുന്നുള്ള എന്തെല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒന്നിച്ചിട്ടുണ്ട് അപ്പോൾ അതിനോട് ഓളെ ബേർഡേ ആകുമ്പോൾ ഞങ്ങൾ ആരും ഇല്ല അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ ഈ സർപ്രൈസ് കൊടുത്തതായിട്ട് ഓള് കേക്കും കൊണ്ട് വന്ന് പൊരക്ക് അപ്പോൾ